സംസ്ഥാനത്ത് പുണ്യ റമദാൻ വ്രതം തുടങ്ങി. ഇനിയുള്ള 30 നാളുകൾ സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും പുണ്യദിനങ്ങളാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക്. എല്ലാ വിശ്വാസികൾക്കും KCBയുടെ റമദാൻ ആശംസകൾ. മനസ്സും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിന്റെ വ്രതമാണ് റമദാൻ മാസത്തിൽ വിശ്വാസികൾ അനുഷ്ഠിക്കുന്നത്. ഇനിയുള്ള 30 നാളുകൾ സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും പുണ്യദിനങ്ങളാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക്. സുബഹ് ബാങ്കിന് മുമ്പ് അത്താഴം കഴിച്ച് ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു. റമദാനിൽ ദാനധർമ്മങ്ങൾക്കും ആരാധനകൾക്കും അധിക പ്രതിഫലം കിട്ടുമെന്നാണ് വിശ്വാസം. സക്കാത്ത് എന്ന പേരിൽ കൂടുതൽ ദാനധർമ്മങ്ങളും റമദാനിലെ പ്രത്യേകതയാണ്. പകൽ മുഴുവൻ നീളുന്ന ഖുർആൻ പാരായണം റമദാനെ കൂടുതൽ ഭക്തി നിർഭരമാക്കും. രാത്രികളിൽ തറാവീഹ് എന്ന പേരിൽ പ്രത്യേക നമസ്കാരവും ഉണ്ടാകും. ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുത്ത് സ്നേഹവും സഹാനുഭൂതിയും മതസൗഹാർദ്ദവും പങ്കുവയ്ക്കുന്നതും റമദാന്റെ പ്രത്യേകതയാണ്. ഖുർആൻ അവതരിച്ച മാസം, ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവിന്റെ മാസം എന്നീ പ്രത്യേകതകളും റമദാനുണ്ട്. വ്രതം തുടങ്ങിയതോടെ പള്ളികളും വീടുകളും കൂടുതൽ ഭക്തി നിർഭരമായി. വിശ്വാസി സമൂഹത്തിന് 1000 ആരാധനകളുടെ മനോഹാരിത സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. 2 മാസക്കാലഘട്ടമായി നിരന്തരമായി ഈ റമദാനിനെ തേടിക്കൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ നിരതരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. റമദാൻ എന്ന് പറയുമ്പോൾ വിശ്വാസി സമൂഹത്തിന് എപ്പോഴും മനസ്സിൽ 1000 സന്തോഷങ്ങളുടെ പെരുന്നാളുകളാണ് തുടക്കം കുറിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റമദാനിൻ്റെ മഹത്വവും ഗൗരവവും തൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുവാനായി ശഅബാൻ മാസത്തിൽ തന്നെ റമദാനിനെക്കുറിച്ച് നിരന്തരം ഉണർത്തുമായിരുന്നു. അത് ചിലപ്പോൾ റമദാനിന് 2 ആഴ്ച മുമ്പായിരിക്കാം, ചിലപ്പോൾ റമദാനിൻ്റെ 1 ആഴ്ച മുമ്പായിരിക്കാം, ചിലപ്പോൾ റമദാനിൻ്റെ തൊട്ട് തലേന്നുള്ള ദിവസവുമാകാം. റമദാനിൻ്റെ തണൽ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.